നമസ്കാരം. നെഥിയാസ്മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല. അതിപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല. നമ്മളുടെ വീട്ടിലെ റോസാ ചെടി പരിപാലനത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ റോസ് ചെടി നിറയെ പൂക്കാനും ബഡ്സ് വരാനും പൂക്കളിടാനും ഒക്കെ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മുരടിച്ച റോസാ ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, മുരടിച്ച റോസാ ചെടിയല്ല, ബഡ്സ് മുരടിക്കുക അല്ലെങ്കിൽ ഇലകൾ മുരടിച്ചു പോകുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ റോസാ ചെടിയിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പ്രയോഗമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം കെയർ വേണ്ടുന്ന ഒരു സംഭവം തന്നെയാണ് റോസാ ചെടികൾ. നമ്മൾ എത്രത്തോളം അതിനെ കെയർ ചെയ്യുന്നോ അത്രത്തോളം പൂക്കൾ അത് നമുക്ക് തരും. അപ്പോൾ അതിന് സഹായിക്കുന്ന വലിയൊരു കാര്യമാണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അടുക്കളയിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന് നമ്മളുടെ ഉള്ളിത്തൊലി നമ്മളുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഉള്ളിത്തൊലി, വെളുത്തുള്ളിയുടെ തൊലി ഏതോ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെയാണ് മുട്ടത്തോട് ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഈ റോസാ ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ടുക. അത് മിക്കവർക്കും അറിയാവുന്നൊരു ടിപ്പാണ് ഈ മുട്ടയുടെ തോട് കൊണ്ടുള്ളത്. അപ്പോൾ അതും വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ് റോസിന്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് തേയിലയുടെ കൊത്ത്. അതും മിക്കവർക്കും അറിയാവുന്നൊരു ടിപ്പ് തന്നെ ആയിരിക്കും, തേയിലയുടെ കൊത്ത്. അപ്പോൾ നമ്മൾ തേയിലയുടെ കൊത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതിൽ പഞ്ചസാരയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് കഴുകി അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇത് ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അതിൽ പഞ്ചസാരയുടെ അംശം ഉണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ തേയിലയുടെ പ്രയോഗം ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് പഴത്തിൻ്റെ തൊലി നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. പഴത്തിൻ്റെ തൊലി കുറച്ച് മണ്ണൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒന്ന് കുഴിച്ചിട്ട് കൊടുക്കുക. കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അത് വെച്ചിട്ട് വീണ്ടും ആ മണ്ണ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ചുവട്ടിൽ. അത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. അത് എപ്പോഴും ചെയ്യേണ്ട കേട്ടോ. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ ഒക്കെ അങ്ങനെ ചെയ്താൽ അത് നല്ലൊരു ഫെർട്ടിലൈസറാണ് പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് ചെയ്യാവുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ റോസാ ചെടികൾ വെക്കാൻ. റോസ് പൂവിടാൻ നല്ല വെയിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വേണം നമ്മൾ ഈ റോസാ ചെടികൾ വെക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ റോസിന് ചുറ്റുമുള്ള മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് വളരെ പ്രധാനമാണ് കേട്ടോ. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ റോസിന് ചുറ്റുമുള്ള മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതും നമ്മളുടെ ഈ ചെടിയുടെ ആ ഒരു വളം നന്നായിട്ട് കിട്ടാനും അത് വലിച്ചെടുക്കാനും ഒക്കെ സഹായിക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ റോസിന് ഇടയ്ക്ക് വെച്ചിട്ട് കണ്ടോ, ഈ ബഡ്സൊക്കെ മുരടിച്ചു പോയ പോലെ ഒരു പ്രശ്നം സംഭവിച്ചു. ബഡ്സ് അല്ല, ഈ ഇലകൾ മുരടിക്കുക. അതുപോലെ തന്നെ ബഡ്സ് നിറയെ വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒന്ന് കരിഞ്ഞ പോലെ ആവുക, അതായത് ബ്ലൂം ചെയ്യാൻ വളരെ ചാൻസ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ചെയ്തൊരു ടിപ്പാണ് അടുത്തത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കുറേ നാളുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിലോ മറ്റോ കണ്ടൊരു വീഡിയോയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് ഏത് പേജാണെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല, നാളുകൾക്ക് മുമ്പ് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്കത് ഓർമ്മ വന്നുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് 100% നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സംഭവം വെച്ചിട്ടുള്ളൊരു കുഞ്ഞു പ്രയോഗമാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഈ ഒരു സംഭവമാണ് ബേക്കിംഗ് സോഡ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ബേക്കിംഗ് സോഡ. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാടാവരുത്. ഒരുപാടായാലും ചെടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ആ പ്രപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ബേക്കിംഗ് സോഡ ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേയിങ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ്ടോ, ഞാനിപ്പോൾ 1 ലിറ്ററിൻ്റെ സ്പ്രേയിങ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു
മിക്സ് നമ്മൾ ആ മുരടിച്ച ബഡ്സിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബഡ്സിൽ മാത്രമല്ല കേട്ടോ, ഇലകളുണ്ടാവുമല്ലോ, മുരടിച്ചു പോയ ആ ഇലകളിലൊക്കെ നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് 100% റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ദിവസം, ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു റോസ് ചെടി ഇതാണ്. കണ്ടോ, മുട്ടുകളൊക്കെ കരിഞ്ഞു പോയൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതിൽ ആ ഒരു മിക്സ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ള റിസൾട്ടാണിത്. അപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. മിക്ക ഫ്ലവേഴ്സും നന്നായിട്ട് ബ്ലൂം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലതൊക്കെ ഒന്നുകൂടി ബ്ലൂം ചെയ്ത് വരാനുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ബ്ലൂം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ, കാരണം അത്രത്തോളം കരിഞ്ഞു പോയൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ നല്ലൊരു റിസൾട്ടാണ് ആ ഒരു മിക്സ് സ്പ്രേ ചെയ്തതിലൂടെ വന്നിരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം കളറോട് കൂടി തന്നെ നന്നായിട്ട് ബ്ലൂം ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് വൈറ്റ് റോസും. അതിലും നിറയെ ബഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ കരിഞ്ഞു പോയൊരു ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതും നന്നായിട്ട് ബ്ലൂം ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാനൊരു 15 ഡേയ്സ് കൂടുമ്പോഴാണ് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഞാനൊരു 15 ഡേയ്സ് കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു റോസ് കണ്ടോ, അപ്പോൾ ഏകദേശം എല്ലാം ബ്ലൂം ചെയ്തിട്ട് കൊഴിഞ്ഞു പോകുന്ന ആ ഒരു ടൈം എത്തി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, സോറി. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എല്ലാ പൂക്കളും നന്നായിട്ട് ബ്ലൂം ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് കൊഴിയാൻ പോകുന്നത്. കണ്ടോ, അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു മിക്സ് യൂസ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ കൂടി 15 ഡേയ്സ് കൂടുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മളുടെ റോസ് ചെടിക്ക്. നിറയെ ബഡ്സും ഉണ്ടാവും കേട്ടോ. എനിക്കങ്ങനെ തോന്നിയത്, കൂടുതൽ ബഡ്സ് ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ റോസ് ചെടിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് പോകുന്ന ടൈമിൽ 2 ഇല താഴ്ത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ പുതിയ ബഡ്സൊക്കെ അതിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്ലവേഴ്സ് വന്നിട്ട് കൊഴിഞ്ഞു പോയതിന് ശേഷം, കൊഴിഞ്ഞു പോകുന്ന ആ ഒരു ടൈമിൽ 2 ഇല താഴ്ത്തി അവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് പുതിയ ലീവ്സും ഫ്ലവേഴ്സ് ബഡ്സും ഒക്കെ വരാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഉണങ്ങിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ അഫക്റ്റ് ചെയ്ത ലീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റോസ് ചെടി പരിപാലനത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഷെയർ ചെയ്ത നമ്മളുടെ ബേക്കിംഗ് സോഡയുടെ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.